എല്ലാ +1 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസിന് എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ എടുക്കുന്ന ലെസൺ എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ എങ്ങനെയുള്ളതായിരുന്നു നമുക്ക് പഠിക്കാൻ നോക്കാം. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ കൊളോണിയൽ റൂളിൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ലോ റേഞ്ചിലുള്ളതായിരുന്നു. ബിഫോർ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ എക്കോണമി വാസ് ഡെവലപ്ഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ്. ഈ ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? ഡെവലപ്ഡ് ആയിട്ടുള്ളതും സ്വയം പര്യാപ്തത ആർജിച്ചതുമായിരുന്നു നമ്മുടെ എക്കണോമി. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി. അന്നത്തെ മെയിനായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു. ഇന്ത്യ വാസ് വേഡ് ഫേമസ് ഫോർ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻ കോട്ടൺ, മിൽക്ക്, സിൽക്ക്, മെറ്റൽസ് എക്സെട്ര. ഇന്ത്യ എന്തിലൊക്കെ ഫേമസ് ആയിരുന്നു? എന്തിലൊക്കെ? ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള കരകൗശല വസ്തുക്കളിലും പിന്നെ കോട്ടൺ, സിൽക്ക്, മെറ്റൽസ് ഇതിലെല്ലാം എന്തായിരുന്നു? ഇന്ത്യ വളരെ ഫേമസ് ആയിരുന്നു. ഇന്ത്യ വളരെ ഫേമസ് ആയിരുന്നു. നോക്കാം. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ഹാസ് 2 ഒബ്ജക്റ്റീവ്സ്. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസീസിന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരിടവായിട്ടായിരുന്നു അവരെന്തിനെ കണ്ടിരുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ. നോക്കാം. അപ്പം അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ടായിരുന്നു അവർ ഇന്ത്യൻ വിപണിയെ ആശ്രയിച്ചിരുന്നത്. ടു കൺവേർട്ട് ഇന്ത്യ ഇൻറ്റു എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവർക്കിപ്പോൾ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വളരെ ലോ റേറ്റ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് അത് ഇന്ത്യൻ വിപണിയിൽ തന്നെ ഹൈ റേറ്റിന് വിൽക്കുകയോ മറ്റുള്ളിടത്ത് വിൽക്കുകയോ ചെയ്യും. ഇറ്റ് ഡിസ്ട്രോയിഡ് ഇന്ത്യാസ് കോട്ടേജ് ഇൻഡസ്ട്രി. ഇറ്റ് ലെഡ് ടു സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസൊക്കെ വളരെ ലോ റേറ്റിന് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ പിന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഹൈ റേറ്റിന് വിൽക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ വിപണിയെ തന്നെ എന്താക്കി? ഒരു സ്തംഭനാവസ്ഥയിലേക്ക് ഇന്ത്യൻ വിപണി തന്നെ പോയി. നോക്കാം. അടുത്തത് The British never calculated India's national income and per capita income. അതുപോലെ ബ്രിട്ടീഷുകാർ ഒരിക്കൽ പോലും ഇന്ത്യയുടെ ദേശീയ വരുമാനമോ പിന്നെ ആളോഹരി വരുമാനമോ ഒന്നും അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് അവരുടെ രാജ്യത്തേക്ക് ചീപ്പ് റേറ്റിൽ കളക്ട് ചെയ്യാനുള്ള ഒരിടവായിട്ടായിരുന്നു അവർ ഇന്ത്യയെ കണ്ടെത്തിയിരുന്നത്. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബോയ്, ഫിൻലെ ഷിസേഴ്സ്, ആർ.സി. ദേശായി ആൻഡ് V.K.R.V. റോ. ഇമ്പോർട്ടൻറ്റ് എസ്റ്റിമേഷൻ ആർ ദ പേഴ്സൺസ് ഹൂ എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. അപ്പം ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബോയ്, ഫിൻലെ ഷിസേഴ്സ് ഇവരെല്ലാം ആരായിരുന്നു? എക്കണോമിസ്റ്റുകളായിരുന്നു. ഇവരായിരുന്നു ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാരണം ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ ഒന്നും അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബോയ്, ഫിൻലെ ഷിസേഴ്സ്, ആർ.സി. ദേശായി ആൻഡ് V.K.R.V. റോ ഇവരെല്ലാം ആയിരുന്നു ഒരു എസ്റ്റിമേഷൻ പ്രവചിച്ചത്. ആർ ദ പേഴ്സൺസ് ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തെക്കുറിച്ച് ഒരു എസ്റ്റിമേഷൻ നടത്തിയത് ഈ പറയുന്ന
പിന്നെ എക്കണോമിസ്റ്റുകളായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ കൊളോണിയൽ റൂൾ. ഇത് അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ പിന്നെ ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യൻ എക്കോണമി വാസ് ഡെവലപ്ഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ്, അഗ്രികൾച്ചർ വാസ് ദ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി, ഇന്ത്യ വാസ് മെയ്ഡ് ഫേമസ് ഫോർ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻ കോട്ടൺ, സിൽക്ക്, മെറ്റൽസ് എക്സെട്ര. British economic policy has two objectives: to use India as a source of raw material for British industries, to convert Indian into a market for finished product produced in Britain. It destroyed India's cottage industry. It led to stagnation of Indian economy. The British never calculated India's national income and per capita income. നോക്കാം. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബെ, ഫിൻലെ ഷിസേഴ്സ്, R.C. ദേശിയൽ ആൻഡ് VKRV റോ ആർ ദ പേഴ്സൺസ് ഹു എസ്റ്റിമേറ്റഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത എക്കണോമിസ്റ്റുകളാണ് ഈ പറഞ്ഞവരെല്ലാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ നോക്കാം. ബ്രിട്ടീഷ് റൂൾ ലെഡ് ടു സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. ഇപ്പോൾ ഈ ബ്രിട്ടീഷ് റൂള് പിന്നെ ഫോളോ ചെയ്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ പോലും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോയി. നോക്കാം. അടുത്തതെന്ന് പറയുന്നത് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, സെമീന്ദാരി സിസ്റ്റം. ഇപ്പം എക്സ്പ്ലോയിറ്റേഷൻ, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, സെമീന്ദാരി സിസ്റ്റം. ഇപ്പം ചൂഷണം എന്തിൻ്റെയൊക്കെ, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും സെമീന്ദാരി സിസ്റ്റത്തിൻ്റെയും ഒരു ചൂഷണം നോക്കാം. ഇന്ത്യ അണ്ടർ ദി സിസ്റ്റം സെമീന്ദാർസ് വേർ ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഈ സിസ്റ്റത്തിലെ സെമീന്ദാർസ് ആയിരിക്കും ഓണേഴ്സ് ഓഫ് ലാൻഡ്. അപ്പം ജന്മികളായിരിക്കും പിന്നെ ലാൻഡിൻ്റെ ഓണർമാർ, ഓണേഴ്സ് ഓഫ് ലാൻഡ് ഹൂ പെയ്ഡ് റവന്യൂ ടു ദ ബ്രിട്ടീഷ്. അപ്പോൾ ഈ സെമീന്ദാർസ് ഡയറക്റ്റ് ആയിരിക്കും റവന്യൂ ആർക്ക് കൊടുക്കുന്നത്, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത്. സെമീന്ദാർസ് എക്സ്ട്രാക്റ്റഡ് ഹൈ റെൻറ്റ് ഫോർ കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്നവരിൽ നിന്ന് അവരെന്ത് ചെയ്യും, ഹൈ റേറ്റ് ഓഫ് റെൻറ്റ് വാങ്ങിയിട്ട് അതിലെ ഒരു ഭാഗം അവർ ആർക്ക് കൊടുക്കുന്നു, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. അന്നെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ സമ്പൽ വ്യവസ്ഥയെല്ലാം തകർന്നിരിക്കുക. അപ്പം നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിലുള്ളതാണ്. ലെസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളത്തിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം. പിന്നീട് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിനെ വാണിജ്യവൽക്കരിച്ചു. നോക്കാം. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947, എ ബിഗ് പാർട്ട് ഓഫ് ഇന്ത്യാസ് ഫെർട്ടൈൽ ലാൻഡ് വെൻറ്റ് ടു പാകിസ്ഥാൻ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി വാസ് ബാഡ്ലി അഫക്റ്റഡ്. അപ്പം ഇന്ത്യ വിഭജനം നടന്നത് എന്നായിരുന്നു 1947. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് ഇത് നമ്മുടെ എന്തിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തു, ജൂട്ട് ഇൻഡസ്ട്രിയെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തു.